500 ഇൻഷുറൻസ് എടുത്ത് അവരുടെ പേരിലോട്ട് മാറ്റി എല്ലാം ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ്. നമ്മൾ 2018 മോഡൽ ഇത്. ഇതാകുമ്പോൾ നമുക്ക് 30 നോക്കിയിട്ട് എടുത്താൽ മതി. നമ്മളത് വിശ്വസിച്ചെടുത്താൽ മതി. അവർ കണ്ട അവർ വിശ്വസിച്ചെടുത്താൽ മതി. പറയും സിംഗിൾ ഓണർ വണ്ടി 2021 മോഡൽ. ഇത് ഫുള്ള് ഫിനാൻസ് കയറുന്ന ഒരു വണ്ടിയാ. സിവിലൊക്കെ അത്യാവശ്യം ഉള്ളവർക്ക് ഫുള്ള് ഫിനാൻസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് ഫൈനൽ വില എന്ന് പറഞ്ഞാൽ 16 മോഡൽ ഒരു ആക്റ്റീവ് ആയിരിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടി. 6G വരുന്നത്. ഇത് വരുന്നത് നമുക്ക് ലാസ്റ്റ്. ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളതെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പുത്തൻതെരുവ് ജംഗ്ഷനിലുള്ള സെലക്സ് എന്ന് പറയുന്ന ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ്. അപ്പോൾ ഷാനവാസിക്ക, വെൽക്കം ടു സോളോ വില്ലേജ്. ആദ്യമായിട്ടാണ്, ആദ്യമൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നിങ്ങളുടെ ഷോറൂമിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓണമൊക്കെയാണ്, അപ്പോൾ പുതിയ സ്റ്റോക്ക് വണ്ടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ അപ്പോൾ ഏത് റേറ്റ് തൊട്ടുള്ള വണ്ടികൾ? സ്റ്റാർട്ടിങ് വരുന്നത് 14 രൂപയുള്ള ബഡ്ജറ്റുള്ള വണ്ടിയുണ്ട്. 14 രൂപയുടെ വണ്ടി എന്ന് പറയുമ്പോൾ 14 മോഡലാണ്. 14 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, ആക്സസ് നല്ല വണ്ടിയാണ്. അത് 14 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 14,000 രൂപയാണ് അപ്പോൾ ഈ ഒരു വണ്ടി. 14,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ ഇച്ചിരി മങ്ങലുണ്ടെന്നേ ഉള്ളൂ, അല്ല വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ ക്വാളിറ്റി ഡയറക്റ്റ് വരിക, വണ്ടി കാണുക. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് മെക്കാനിക്കിനെ നോക്കിയിട്ട് എടുത്താൽ മതി. നമ്മളത് വിശ്വസിച്ചെടുത്താൽ മതി. അവർ കണ്ട അവർ വിശ്വസിച്ചെടുത്താൽ മതി. അത് നമ്മൾ എല്ലായിടത്തും പറയും, എല്ലാ കസ്റ്റമറും പറയുന്നത്. അതെ, ഇപ്പൊ ബൈക്ക് എന്നല്ല, കാറാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്. യൂസ്ഡ് ബൈക്സ് ഓർ യൂസ്ഡ് കാർസ് എടുക്കുവാണെങ്കിൽ നിങ്ങളൊരു മെക്കാനിക്കിനെ അല്ലെങ്കിൽ ഷോറൂമിന് സപ്പോർട്ട്, അതിലെ വണ്ടിയെ പറ്റി അത്യാവശ്യം അറിയാവുന്ന ഒരു ഫ്രണ്ടിനെ ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് വണ്ടി നോക്കിയെടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലവേദന ഇല്ല, നമുക്ക് പ്രശ്നമില്ല. കൊണ്ടുവന്നവർക്ക് നമ്മൾ ഈ വിളി ഒരുപാട് ഒഴിവാകുമല്ലോ. അവർക്ക് അത് നോക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല. ചെറിയ ചെറിയ മൈനോട്ട് കംപ്ലൈന്റ് ഒക്കെ അവർക്ക് തന്നെ ശരിയാക്കി എടുക്കാം. വലിയ കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നും അതിപ്പം ഇവിടുന്ന് കൊടുക്കുന്ന ഒരു 30 രൂപ മേളോട്ട് റേഞ്ച് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അത് നോക്കി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തൊരു പ്ലഷർ ഉണ്ട്. പ്ലഷർ ഇത് 2013 മോഡൽ. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ടയറും കാര്യങ്ങളെല്ലാം പക്കാണ്. സെൽഫ് ഉണ്ട്, പുതിയ ബാറ്ററി ഉണ്ട്, ബോഡി വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നല്ല കാണാൻ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം പക്ക. പിന്നെ വില നമുക്ക് ലാസ്റ്റ് ഒരു 14 രൂപയ്ക്ക് കൊടുത്തേക്കത്. 14,500 ഇൻഷുറൻസ് എടുത്ത് അവരുടെ പേരിലോട്ട് മാറ്റി എല്ലാം ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. പേപ്പർ അടക്കം എല്ലാം ചെയ്ത് കൊടുക്കും. അടുത്തൊരു MD ഇരിപ്പുണ്ട്. ഇത് ഓൾറെഡി വന്ന ഉടനെ പറഞ്ഞു നമുക്കൊരു ചിങ്ങം. ഇത് ഇന്ന് ചിങ്ങം ഒന്നുമായിട്ട് ഒരു കസ്റ്റമർ ഇവിടെ വെയിറ്റിംഗിലാണ്. ഇത് കൊണ്ടുപോകാനായിട്ട് വന്ന് നിൽക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിക്ക് ഹാൻഡ് ഓവർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോ അവരെ നിർത്തി നമ്മൾ മുഷിപ്പിക്കാൻ പാടില്ലല്ലോ അല്ലേ? കസ്റ്റമർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ബ്രോ പേരെങ്ങനെയാ? പേര് സരുൺ. എങ്ങനെയുണ്ട് ഇവരുടെ ഡീലിംഗ്? നല്ല ഡീലിംഗ്, വണ്ടി കാര്യങ്ങളൊക്കെ പക്കാ കണ്ടീഷൻ. ഓക്കെ, റേറ്റ് ഒക്കെ കുറച്ച് റേറ്റ് ഒക്കെ അത്യാവശ്യം കുറച്ച് കിട്ടും. അപ്പൊ ബ്രോ അപ്പൊ സേഫ് ആയിട്ട് റൈഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ MD ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു RS ഇരിപ്പുണ്ടല്ലോ. RS ഇത് പിന്നെ നമുക്ക് ഇത് ഫുള്ള് ഫിനാൻസ് കയറുന്ന ഒരു വണ്ടിയാ. സിവിലൊക്കെ അത്യാവശ്യം ഉള്ളവർക്ക് ഫുള്ള് ഫിനാൻസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 35,000 കിലോമീറ്റർ റീഡിംഗ് പറയുന്നുണ്ട്. 35,000 കിലോമീറ്റർ. ഓക്കെ, ഞാൻ കൂടുതലും മോഡലുള്ള വണ്ടിയുടെ കിലോമീറ്റർ ജെന്യൂൻ എന്ന് പറയത്തുള്ളൂ. കാര്യം ബൈക്കിന്റെ നമുക്കറിയാലോ, മീറ്ററും കാര്യങ്ങളും ഒക്കെ പോയി കിടക്കുന്ന വണ്ടികളായതുകൊണ്ട് നമുക്ക് ബൈക്കിന്റെ കിലോമീറ്റർ അല്ല മെയിൻ ആയിട്ട് നമ്മൾ പക്ക കിലോമീറ്ററും കാര്യങ്ങളെല്ലാം ആണ്. ഓക്കെ, മെയിനായിട്ട് എഞ്ചിൻ കണ്ടീഷൻ നോക്കുക, ചേസ് കാര്യങ്ങൾ എഞ്ചിൻ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എടുത്ത് വെക്കുന്നത്. ഓക്കെ, ചേസ് നമ്പർ, എഞ്ചിൻ നമ്പർ എല്ലാ ഭാഗങ്ങളും നോക്കിയിട്ടാണ് വെക്കുന്നത്. എങ്ങനെയാ വില വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 88 രൂപയ്ക്ക് കൊടുക്കാം. 88,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഫ്രണ്ട് ടയർ ഇത് പുതിയ ടയർ ഇട്ട് നമുക്ക് കൊടുക്കും. അടുത്ത വരുന്നത് RTR 160 ആണ് വരുന്നത്. 4V ആണ് 160. എങ്ങനെയാ വരുന്നത് ഓൺഷിപ്പ് ഒക്കെ? ഇത് സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെയാ കിലോമീറ്റർ ഓടിയിട്ട്? കിലോമീറ്റർ നമുക്ക് ഇതിനകത്തുണ്ട്. കിലോമീറ്റർ 29,420 കിലോമീറ്റർ ആണ് വന്നിരിക്കുന്നത് ഓടിയിട്ടുള്ളത്. ടയർ ക്വാളിറ്റി നോക്കുമ്പോൾ രണ്ട് ടയറും പുതിയ. ഞാൻ ഫ്രണ്ട് ടയർ ഇപ്പൊ ഞാൻ ഇട്ടതാണ്, പുതിയ പുത്തൻ ടയർ ഇട്ടതാണ്. ഓക്കെ, ഡ്യുവൽ ഡിസ്ക്, ABS കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെയാ ഇതിന്റെ വില വരുന്നത്? ഇത് വരുന്നത് നമുക്ക് ലാസ്റ്റ് 72,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 72,000 രൂപ. ഓക്കെ, ഡൗൺ പേയ്മെന്റ് വരുമ്പോഴത്തേക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു 10 രൂപ ഉണ്ടായാലും 5 രൂപ ഉണ്ടായാലും ഇറക്കാൻ പറ്റും. 5,000 രൂപ അടച്ചാൽ എമൗണ്ട് ഇല്ലെങ്കിലും ഇത് ഇറക്കാൻ പറ്റും. സിവിൽ ഓക്കെ ആണെങ്കിൽ എമൗണ്ട് ഒന്നും അടച്ചില്ലെങ്കിലും ഇറക്കാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ഗ്രാസിയാണ് ഹോണ്ടയുടെ സ്കൂട്ടർ സെഗ്മെന്റിൽ വരുന്നത്. അതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടി. ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല പക്ക ക്വാളിറ്റി വണ്ടിയാണ്. എങ്ങനെയാ ഓൺഷിപ്പ് ഒക്കെ? ഇത് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഇതും വരുന്നത് 32,000 കിലോമീറ്റർ. വില എങ്ങനെയാ ഇതിന് വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് വരുന്ന വില എന്ന് പറയുമ്പോൾ നമുക്ക് 43,000 രൂപ. 18 മോഡൽ. ലോൺ കിട്ടുന്ന വണ്ടി. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അല്ലെ, നമ്മള് ഏറ്റവും കുറച്ചിട്ടാണ് പറയുന്നത്. അന്നേരം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഫിനാൻസ് കയറും. എത്ര വരെ കയറുമായിരിക്കും? ഇതിനൊക്കെ ഒരു 10-35 രൂപ വരെ ഫിനാൻസ് കയറും. ഒരു 6,000 7,000 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും വണ്ടി. അടുത്ത
19 മോഡൽ ഹെവി ഡ്യൂട്ടി XL100 ആണ്. XL100 അധികം അങ്ങനെ ഷോറൂമുകളിൽ കാണില്ല. ഇത് ചെറിയ കസ്റ്റമർ ഒക്കെ ഇങ്ങനെ ചോദിച്ചു വരുന്നുണ്ട് ലോഡ് അടിക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 25,000 രൂപ. 25,000 രൂപയ്ക്ക് നമ്മൾ എല്ലാം എടുത്ത് ഇൻഷുറൻസും എടുത്ത് പേര് മാറി എല്ലാം ചെയ്ത് കൊടുക്കുന്ന ക്ലിയർ ചെയ്ത് കൊടുക്കും. അടുത്ത ബജാജിന്റെ അത്യാവശ്യം മൈലേജ് ഒക്കെ തരുന്ന നല്ലൊരു വണ്ടിയാണ് CT 110 ആണ്. എങ്ങനെ വരുന്ന മോഡലൊക്കെ? സിംഗിൾ ഓണർ വണ്ടി, 2021 മോഡല്. വില എങ്ങനെ വരുന്നത്? വില വരുന്നത് നമുക്ക് ഇത് 43,000 രൂപയ്ക്ക് കൊടുക്കാം. 43,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. കോമ്പി ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ലൊരു ബോഡി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നല്ല ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടയർ. ഫിനാൻസ് മാക്സിമം നമുക്ക് ഫിനാൻസ് കിട്ടും. HF ഡ്യൂലക്സ് ഹീറോയുടെ 2017 മോഡല്, സിംഗിൾ ഓണർ വണ്ടി, കാർബേറ്റ് വണ്ടി വരുന്ന മോഡലാണ്. എങ്ങനെ ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർ വണ്ടി, 26 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വില എങ്ങനെ വരുന്നത്? ഇത് വരുന്നത് നമുക്ക് 44,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിന് ഫിനാൻസ് കുറച്ചേ കിട്ടത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ഫിനാൻസ് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുന്നത്. എന്താ പറയുക, ചെറിയൊരു എമൗണ്ട് 10,000-20,000 രൂപയ്ക്ക് ഇനി ഫിനാൻസ് കിട്ടത്തുള്ളൂ. ചെറിയൊരു എമൗണ്ട് കിട്ടത്തുള്ളൂ. ഇത് 14 മോഡല്, സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെ വില വരുന്നത്? ഇത് വരുന്നത് നമുക്ക് ലാസ്റ്റ് 38,000 കൊടുക്കാം. 38,000 രൂപയാണ് ചോദ്യം. കാർബറേറ്റർ വരുന്ന മോഡലാണ്. 51,000 കിലോമീറ്റർ റീഡിംഗ് കാണിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഇരിക്കുന്ന ഇതെല്ലാം സ്കൂട്ടേഴ്സ് ആണ്. സ്കൂട്ടർ അടയ്ക്കും നമ്മൾ. അപ്പോ കൂടുതലും ഇരിക്കുന്ന ഡിയോ, എൻഡോർക്ക്, ആക്റ്റീവ് അങ്ങനെയുള്ള വണ്ടികളാണ്. ഡിയോ ഏതാണ് വരുന്നത്? മാറ്റ് ബ്ലാക്ക് സിംഗിൾ ഓണർ വണ്ടി. അത് നമുക്ക് വരുന്നത് 44,000 രൂപ. മോഡൽ വരുന്നത് 17 ലാസ്റ്റ് വണ്ടി, 18 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അടുത്ത ഡിയോ ഏതാണ്? അടുത്ത ഡിയോ 16 മോഡല്. അത്യാവശ്യം നല്ല ബോഡി 39 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 39,000 16 ലാസ്റ്റ് വണ്ടിയാണ്, സിംഗിൾ ഓണർ. അടുത്ത വരുന്ന 19 മോഡൽ ഡിയോ, സിംഗിൾ ഓണർ വണ്ടി. ഇതും ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറാണ് വരുന്നത്. അത്യാവശ്യം കിലോമീറ്റർ ഒക്കെ ലോ കിലോമീറ്റർ ഓടി വണ്ടിയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൃത്തിയുള്ള വണ്ടിയാണ്, ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വില എങ്ങനെയാണ്? ഇത് വരുന്നത് നമുക്ക് 50 രൂപയ്ക്ക് കൊടുക്കാം. 50,000 രൂപ. ഇതിപ്പോ ഫിനാൻസ് കയറുന്ന 19 വണ്ടി. ഇതിന് ഫിനാൻസ് കയറും. ഒരു 20 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോൺ കയറും. അടുത്ത ഡിയോ ഇത് വരുന്നത് 18 മോഡൽ ഡിയോ. ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വില വരുന്നത് എങ്ങനെയാണ്? ഇത് വരുന്നത് 47 രൂപ. 47,000 രൂപ. 18 വണ്ടിയാണ്, 18 മോഡല്. 18 ആണ് 2018 മോഡല്. ടയർ കാര്യങ്ങളെല്ലാം പക്കേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 37,000 റീഡിംഗ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഡിയോ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം മെയിൻ്റെനൻസ് കുറവാ. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് ഓയില്, ഗിയർ ഓയില്, ബ്രേക്ക് കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കയറ്റി വെക്കുന്നത്. എന്താണ് കസ്റ്റമർ കൊണ്ടുപോയിട്ട് ബസ്സിൽ എടുത്തുകൊണ്ട് പോകുന്ന ആൾ ബസ് സ്റ്റോപ്പിൽ കയറണ്ടല്ലോ, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ചെറിയ എന്തെങ്കിലും അതിനോട്ട് ഒക്കെ വരുമ്പോൾ അവർ കേബിൾ മാറക്കും, അങ്ങനെയൊക്കെയുള്ള എന്തായാലും എല്ലാം നമ്മൾ പക്കാട് പറഞ്ഞ് എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. ചെറിയ എന്തായാലും ഇത് എന്താ സെക്കൻഡ് ഹാൻഡ് വണ്ടികളല്ലേ, അന്നേരം നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ അതിനകത്ത് വരും. കേബിൾ മാറക്കാല, എഞ്ചിൻ പമ്പായിട്ട് ഒരു കാര്യങ്ങളും വരത്തില്ല. അത് 100% നമ്മൾ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ നമ്മുടെ ആളിനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കും. വണ്ടി ചെക്ക് ചെയ്തിട്ട് നോക്കും ഇതിനകത്ത് എഞ്ചിൻ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന്. ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അടുത്ത ഡിയോ വരുന്നത് 2018 സിംഗിൾ ഓണർ വണ്ടി. വില എങ്ങനെയാണ്? ഇത് വരുന്നത് നമുക്ക് 50 രൂപയ്ക്ക് കൊടുക്കാം. 50,000 രൂപയ്ക്ക്. അടുത്ത ഒരു 3 എൻഡോർക്ക് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ആവുന്നതും റീസെയിൽ ഉള്ള വണ്ടിയാണ്. ഏതാ വരുന്ന മോഡൽ? ഇത് 2018 മോഡൽ. എങ്ങനെ ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർ. ടയർ പുത്തൻ ടയർ, മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെ. വില എങ്ങനെയാണ് വരുന്നത്? വില വരുന്നത് നമുക്ക് ഇത് 38,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് 38,000 രൂപയാണ് ചോദ്യം. 18 വണ്ടി, 71,000 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു ജെനുവിൻ കിലോമീറ്റർ ആണ്. അടുത്ത എൻഡോർക്ക് ഏതാണ്? 2020 ലാസ്റ്റ് മോഡൽ, സിംഗിൾ ഓണർ വണ്ടി. അതും 29,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇതാവുമ്പോ എങ്ങനെയാ വില? ഇത് വരുന്നത് നമുക്ക് 48,000 രൂപയ്ക്ക് കൊടുക്കാം. 48,000 രൂപയാണ് ചോദ്യം. ഇതിപ്പോ നമുക്ക് ഫിനാൻസ് മാക്സിമം ചെയ്യാൻ പറ്റും. ഫിനാൻസ് കിട്ടും എന്തായാലും. ഒരു 10-35 രൂപ മേളിൽ ഫിനാൻസ് എന്തായാലും കിട്ടുന്ന വണ്ടിയാണ്. 35 രൂപ മേളിൽ വരും. അടുത്ത് വീണ്ടും ഉള്ളത് അതും 20 മോഡൽ റേസ് എഡിഷൻ തന്നെയാണ്, സിംഗിൾ ഓണർ വണ്ടി. ഫ്രണ്ട് ഡിസ്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയാ വില വരുന്നത്? ഇത് നമുക്ക് പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ആ റേഞ്ചിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 48,000 രൂപ. അടുത്ത റേസഡാർ വരുന്നത് സിംഗിൾ ഓണർ വണ്ടി, 2016 ലാസ്റ്റ് വണ്ടി. അത്യാവശ്യം ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം അല്ല, നല്ല ബോഡി ക്വാളിറ്റി. വില എങ്ങനെയാണ്? ഇത് വരുന്നത് നമുക്ക് 32 രൂപയ്ക്ക് കൊടുത്തേക്കാം. അടുത്ത ഫാസിനോയാണ്. ഇത് 2018 മോഡല്. 18 മോഡല്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. നോക്കിയാൽ കാണുമ്പോൾ അറിയാമല്ലോ. ഓണർഷിപ്പ് എങ്ങനെയാണ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർ. എങ്ങനെയാ വില വരുന്നത്? ഇത് വരുന്നത് 47,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 47,000 രൂപ. 18 ലാസ്റ്റ് വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുന്ന ഇതിന് കയറും, ഫിനാൻസ് കിട്ടും. അടുത്ത ഇനി ആക്റ്റീവും ഒരു 4 വണ്ടി ഇരിപ്പുണ്ട് അല്ലേ? 4 ആക്റ്റീവ് ഇരിപ്പുണ്ട്. ഏതാ വരുന്നത്? ആദ്യത്തെ 2020 മോഡൽ ഒരു ആക്റ്റീവ് ആയിരിക്കുന്നത്, സിംഗിൾ ഓണർ വണ്ടി. 6G ആണ്. 6G വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. എങ്ങനെയാ ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്.
കിലോമീറ്റർ 41,000 കിലോമീറ്റർ. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വണ്ടി വരുന്നത്. എങ്ങനെയാ വില വരുന്നത്? ഇത് വരുന്നത് നമുക്ക് 60 രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാം. 60,000 രൂപയ്ക്ക് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 40 രൂപയ്ക്ക് അടുത്ത് ഫിനാൻസും കിട്ടും. അടുത്ത ആക്റ്റീവ് ഏതാണ് വരുന്നത്? അടുത്ത വരുന്നത് 16 മോഡൽ സിംഗിൾ ഓണർ ആക്റ്റീവ് ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ഇരിക്കുന്നത്. ഇതിപ്പോ അത്യാവശ്യം എല്ലാ വണ്ടികളും പോളിഷ് ചെയ്ത് ഞാനെല്ലാം പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഇത് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെ അതെല്ലാം ചെയ്യുന്നത്. പുറത്തു കൊടുത്ത് ഒന്നും ചെയ്യത്തില്ല. നമ്മൾ തന്നെ പോളിഷ് ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെക്കുന്ന വണ്ടികളാണ്. എങ്ങനെയാ വില വരുന്നത്? ഇത് വരുന്നത് 34 രൂപയ്ക്ക് കൊടുത്തേക്കാം. 16 മോഡൽ വണ്ടി കേട്ടോ. അടുത്ത ആക്റ്റീവ ഇത് വരുന്നത് 2013 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. വില എന്ത് വരും? ഇത് വരുന്നത് നമുക്ക് 26 രൂപയ്ക്ക് കൊടുക്കാം. 26,000 രൂപയാണ്. 14 മോഡൽ. 14 മോഡൽ. 14 മോഡൽ. ഇതിനാകുമ്പോൾ 28,000 രൂപ. 28,000 സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. അടുത്ത ഇനി വിഗോ ഇരിപ്പുണ്ട്. അത് വിഗോ നമുക്ക് ഇനി വരുന്നത് 1 വർഷത്തിന് അടുത്ത് പേപ്പറേ ഉള്ളൂ ഇതിന്. അടുത്ത വർഷം ടെസ്റ്റ് വരുന്ന വണ്ടി 2027 ടെസ്റ്റ് വരും. സിംഗിൾ ഓണർ വണ്ടിയാ. ഇത് നമുക്ക് ഫൈനൽ വില എന്ന് പറഞ്ഞാൽ 16,000 രൂപ. 16,000 രൂപ. ബോഡി ക്വാളിറ്റി നോക്കുക. അത്യാവശ്യം അല്ല, നല്ല ബോഡി ക്വാളിറ്റി. അത് ഒന്ന് ടച്ചപ്പ് ചെയ്ത് ഒന്ന് ടെസ്റ്റിനൊന്നും വലിയ പണിയൊന്നുമില്ല. 2 ടയറും ഉണ്ട്, സെൽഫ് ഉണ്ട്, മറ്റ് കാര്യങ്ങളെല്ലാം പക്കാണ്. നോക്ക്. അടുത്ത വിഗോ ഇത് വരുന്നത് 2014 ഡിജിറ്റൽ മീറ്റർ വരുന്ന ഒരു വിഗോയാ. 14 മോഡൽ. ഇതാകുമ്പോ 29 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. മീറ്റർ വർക്കിംഗ് ആണോ? മീറ്റർ വർക്ക് ഇച്ചിരി ഫേഡ് ഉണ്ടെന്നേ ഉള്ളൂ. മിക്കാറുള്ള ഈ ഡിജിറ്റൽ മീറ്റർ വരുന്ന എല്ലാത്തിനും ചെറിയ കളർ ഫേഡ് വരും. ഇത് നമുക്ക് ലാസ്റ്റ് വരുന്നത് 23,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 23 രൂപയ്ക്ക്. അടുത്ത വരുന്നത് മാസ്റ്റർ എഡ്ജ് 2016 മോഡൽ സിംഗിൾ ഓണർ. അലോയ് വീല് കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെയാ ഇതിന് വില വരുന്നത്? ഇത് വരുന്നത് നമുക്ക് 28,000 രൂപയ്ക്ക് കൊടുക്കാം. 28,000 രൂപ. ഫസ്റ്റ് ഓണർ വണ്ടിയാ. സെൽഫ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ബോഡി ക്വാളിറ്റി നോക്ക്, എല്ലാ ഭാഗങ്ങളും ഓക്കെ, ടയർ കാര്യങ്ങളെല്ലാം പക്ക ഉണ്ട്. ഓക്കെ. അപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ ഇവിടെ ഉള്ള വണ്ടികൾ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ മച്ചന്മാരെ, അപ്പൊ അതെ വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ ഈ ഒരു വീഡിയോ കണ്ട് വന്നു കഴിഞ്ഞാൽ വിലയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വണ്ടി എടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. വരിക, ഡയറക്റ്റ് വരിക, വണ്ടി കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.